ഇത് വഴി പോയപ്പോൾ ഇവിടെ കയറിയതാണ്. നിലവിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു പോയത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു അജണ്ട വെച്ച ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നാമത് UDF ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. UDF അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്. അത് ആരെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങൾ. അതല്ലാതെ അദ്ദേഹം ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും ഇവിടെയൊക്കെ കയറാറുണ്ട്. അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത്. വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു, അതിനടിസ്ഥാനമില്ലാന്നും പറഞ്ഞു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പാല വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അല്ല അതെ 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 പുള്ളി തന്നെ പറഞ്ഞത്. അല്ല അതിന് അത് പോയി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അദ്ദേഹം നിഷേധിച്ചു. ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ഇതൊക്കെ കേവലം വാർത്തകളാണ്, അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകളൊന്നും ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ലല്ലോ. താങ്കൾ കണ്ട് വന്നതിന് ശേഷം വന്നൊരു വാർത്ത എന്ന് പറയുന്നത് പാലം വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം നിങ്ങൾ സൈബർ അറിയിച്ചതാണ്. അതെ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു വാർത്ത. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതായത് വാർത്ത കാണാത്തതല്ല, ഞാൻ കണ്ടുപ്പോൾ. അതായത് നിലവിൽ അങ്ങനെ വാർത്ത വന്നപ്പോൾ അത് അദ്ദേഹം നിശ്ചയിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. മറ്റത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു. മാത്രമല്ല ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല. നടക്കുമ്പോൾ നിങ്ങളോട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് എം ഇപ്പോൾ UDF വരുന്നുള്ള ചർച്ച നടക്കുന്നു എന്ന ഒരു ആശങ്കയോട് കൂടിയാണ് അദ്ദേഹം അങ്ങനെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ചും കൂടി ഉറപ്പിക്കേണ്ടതല്ല. അത് ഇപ്പൊ ജോസ് കെ മാണി പറഞ്ഞ ഒരു ചാനലിൽ വന്നല്ലോ. ഞാനും പിന്നും വീണ്ടും അതാവർത്തിക്കേണ്ട കാര്യം. അല്ല, ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ നയങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വിശാലാർത്ഥത്തിൽ പറഞ്ഞതാണ്. അതനുസരിച്ച് ഇപ്പോൾ UDF യോജിപ്പുള്ള ആ പാർട്ടികൾ, വ്യക്തികൾ ഒക്കെ ഒറ്റയും തെറ്റയൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ, വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് കോൺഗ്രസിന്റെ തലത്തിൽ പല നിലക്കും പല ഇനീഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ അവരെ സമ്മതമില്ലാതെ അവരോടൊരു ചർച്ച നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പം നടക്കുന്നില്ല. ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒന്നാമത് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരത്തെയാണ്. ഔദ്യോഗികമായിട്ട് UDF ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരും, എന്തൊക്കെ വരൂലേ, ആ കാര്യങ്ങളൊക്കെ അപ്പം അറിയാം. UDF കൂടുതൽ കക്ഷികൾ വരുന്നൊരു ട്രെൻഡ് ഉണ്ട്. അത് സ്വാഭാവികം. ഇലക്ഷൻ ഇപ്പം നടന്ന 2 ഇലക്ഷനിൽ പാർലമെന്റിലായാലും നമ്മുടെ പഞ്ചായത്തിലായാലും UDF ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. സ്വാഭാവികമായി UDF ആണ് നെക്സ്റ്റ് എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. അപ്പോൾ പല വിഷയങ്ങളും വെച്ച് പല രാഷ്ട്രീയ പാർട്ടികളും UDF നിലപാടിൽ മാറ്റം വരുത്തുന്നുണ്ട്. ജോസ് കെ മാണി തന്നെ പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്നാണ് ജോസ് കെ മാണി തന്നെ പറയുന്നത്. ഒരു ചർച്ചയ്ക്കുള്ള വാതിലടഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഇത് രണ്ടു പുറത്തും പറയേണ്ടതാണല്ലോ. ഈ അർദ്ധസമ്മതത്തിൽ നടക്കുന്ന കാര്യമല്ല ഇത്. ഞാൻ ഇതിന്റെ ഉദാഹരണം പറയുന്നില്ല. അങ്ങനല്ല, ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. കാരണം ആശയപരമായി യോജിക്കുന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനും ആശയപരമായി യോജിക്കുന്നവരോട് സഹകരിക്കാനും ഒക്കെ ആയിട്ട് ഒരു തീരുമാനം UDF എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അപ്പോൾ ഈ ഒരു പ്രത്യേകമായ അജണ്ട വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പുറത്ത് നിൽക്കുന്ന ഒരു മുന്നണിയിലെ പാർട്ടിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. കേരള കോൺഗ്രസിനെ മുന്നിൽ കൊണ്ടുവരുന്നതിന് UDF ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയൊക്കെ ഔദ്യോഗികമായിട്ട് അങ്ങനെ യാതൊരു തീരുമാനവുമില്ല. പിന്നെ സംസാരം നടക്കുന്നുണ്ടോ ചോദിച്ചാൽ രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ കാണുമ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമല്ലോ. ഏത് പിന്നെ മനുഷ്യൻ മിണ്ടാണ്ടിരിക്കുമോ?